ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ട്രാവൽ അപ്ഡേറ്റ്സ്. ട്രാവൽ അപ്ഡേറ്റ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണത്തിരക്ക് പ്രമാണിച്ച് കേരളത്തിലേക്ക് പുതുതായി അനുവദിച്ച KSRTC ബസ്സുകളുടെയും ട്രെയിനുകളുടെയും യാത്രാ വിവരങ്ങളാണ് നിങ്ങളുമായി ഇന്നത്തെ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായി തെലങ്കാനയിലെ ചർലപ്പള്ളിയിൽ നിന്നും കോട്ടയത്തേക്ക് പ്രഖ്യാപിച്ച പുതിയ ട്രെയിൻ സർവീസിൻ്റെ വിവരങ്ങളാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ട്രെയിൻ നമ്പർ 07197 ചർലപ്പള്ളിയിൽ നിന്നും ഓഗസ്റ്റ് 16, 23, 30 എന്നീ ഞായറാഴ്ചകളിൽ രാവിലെ 7:15 പുറപ്പെട്ട് അടുത്ത ദിവസം ഉച്ചയ്ക്ക് 12:25 കോട്ടയത്ത് എത്തിച്ചേരുന്നു. തിരിച്ച് കോട്ടയത്ത് നിന്നും ഓഗസ്റ്റ് 17, 24, 31 എന്നീ തിങ്കളാഴ്ചകളിൽ വൈകിട്ട് 4:45 പുറപ്പെട്ട് ബുധനാഴ്ച അർദ്ധരാത്രി 12:30 ചർലപ്പള്ളിയിൽ എത്തിച്ചേരുന്നതാണ്. കേരളത്തിൽ പാലക്കാട്, തൃശ്ശൂർ, ആലുവ, എറണാകുളം ടൗൺ എന്നിവിടങ്ങളിൽ സ്റ്റോപ്പുള്ള ട്രെയിനിലേക്കുള്ള റിസർവേഷൻ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അടുത്തതായി റെയിൽവേ പ്രഖ്യാപിച്ചത് യാത്രാ തിരക്ക് ഏറെയുള്ള മലബാർ ബംഗളൂരു റൂട്ടിലാണ്. ബംഗളൂരുവിൽ നിന്നും ഓഗസ്റ്റ് 20 വ്യാഴാഴ്ച രാത്രി 10:30 പുറപ്പെടുന്ന ട്രെയിൻ അടുത്ത ദിവസം ഉച്ചയ്ക്ക് 12:55 കണ്ണൂരിൽ എത്തിച്ചേരുന്നു. തിരിച്ച് ട്രെയിൻ നമ്പർ 06568 കണ്ണൂരിൽ നിന്നും ഓഗസ്റ്റ് 21 വെള്ളിയാഴ്ച വൈകിട്ട് 4:10 പുറപ്പെട്ട് അടുത്ത ദിവസം രാവിലെ 6 മണിക്ക് ബംഗളൂരു കന്റോൺമെൻറ്റിൽ എത്തുന്ന രീതിയിലാണ് സർവീസ് അനുവദിച്ചിട്ടുള്ളത്. ഇരു ട്രെയിനുകൾക്കും കേരളത്തിൽ പാലക്കാട്, ഷൊർണൂർ, തിരൂർ, പരപ്പനങ്ങാടി, കോഴിക്കോട്, വടകര, തലശ്ശേരി എന്നിവിടങ്ങളിലാണ് സ്റ്റോപ്പ് ഉള്ളത്. ഉത്തരേന്ത്യയിൽ നിന്നും മലയാളികൾക്ക് കണക്റ്റിംഗ് ട്രെയിനായി ഉപയോഗിക്കാവുന്ന ഒരു പുതിയ അമൃത ഭാരത് എക്സ്പ്രസ് കൂടി റെയിൽവേ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ജാർഖണ്ഡ്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, തെലങ്കാന, ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ട്രെയിൻ എല്ലാ ശനിയാഴ്ചകളിലും ധൻബാദിൽ നിന്ന് വൈകിട്ട് പുറപ്പെട്ട് തിങ്കളാഴ്ച വൈകിട്ട് കോയമ്പത്തൂരിൽ എത്തിച്ചേരുന്നു. ഓഗസ്റ്റ് 16 ഞായറാഴ്ച മുതൽ ആലപ്പുഴ ബംഗളൂരു റൂട്ടിൽ KSRTCയുടെ ബിസിനസ് ക്ലാസ് ബസ് യാത്ര ആരംഭിക്കുന്ന വിവരം കൂടി നിങ്ങളോട് പങ്കുവെക്കുന്നു. ഏറെ വിവാദങ്ങൾക്കും അനിശ്ചിതത്വങ്ങൾക്കും ഒടുവിൽ പ്രഖ്യാപിച്ച ആലപ്പുഴ ബാംഗ്ലൂരു ബിസിനസ് ക്ലാസ് സർവീസ് ആലപ്പുഴയിൽ നിന്നും ഓഗസ്റ്റ് 16 മുതൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ വൈകിട്ട് 5:30 പുറപ്പെട്ട് അടുത്ത ദിവസം രാവിലെ 5:55 ബാംഗ്ലൂരിൽ എത്തിച്ചേരുന്നതാണ്. തിരിച്ച് ബംഗളൂരുവിൽ നിന്നും ഓഗസ്റ്റ് 17 മുതൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ രാത്രി 8 മണിക്ക് പുറപ്പെട്ട് അടുത്ത ദിവസം രാവിലെ 8 മണിക്ക് ആലപ്പുഴയിൽ എത്തിച്ചേരുന്ന രീതിയിലാണ് സർവീസ് പ്രഖ്യാപിച്ചത്. കേരളത്തിൽ നിന്നും എറണാകുളം, പാലക്കാട്, കോയമ്പത്തൂർ, സേലം വഴി സർവീസ് നടത്തുന്ന ഈ ബസിൻ്റെ ട്രിപ്പ് വിവരങ്ങൾ നിങ്ങൾക്കിപ്പോൾ കാണാവുന്നതാണ്. ഇതിനു പുറമെ ഓഗസ്റ്റ് 20 വ്യാഴാഴ്ച ഹരിപ്പാട്, ആലപ്പുഴ, കൊല്ലം ഡിപ്പോകളിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് 3 അഡീഷണൽ സർവീസ് കൂടെ KSRTC പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് 21 വെള്ളിയാഴ്ച രാത്രി ബാംഗ്ലൂരിൽ നിന്നും ഏറ്റവും തിരക്കേറിയ എറണാകുളം ഭാഗത്തേക്ക് 6-ലധികം അഡീഷണൽ സർവീസുകളാണ് KSRTC ഇതുവരെ പ്രഖ്യാപിച്ചത്. നിലവിൽ ടിക്കറ്റുകൾ ഒഴിവുള്ള സർവീസുകൾ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. വേളാങ്കണ്ണി പള്ളിയിലെ 2026 ആണ്ടത്തെ തിരുനാൾ പ്രമാണിച്ച് KSRTC തിരുവനന്തപുരം ഡിപ്പോയിൽ നിന്നും പുതിയ സർവീസുകൾ ആരംഭിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് നിന്നും വൈകിട്ട് 4:30 പുറപ്പെട്ട് അടുത്ത ദിവസം രാവിലെ 6 മണിക്ക് വേളാങ്കണ്ണിയിലെത്തി അന്നേ ദിവസം ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് വേളാങ്കണ്ണിയിൽ നിന്നും പുറപ്പെട്ട് അടുത്ത ദിവസം രാവിലെ 5 മണിക്ക് തിരുവനന്തപുരത്ത് എത്തുന്ന രീതിയിലാണ് സർവീസ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതുപോലുള്ള യാത്രാ സംബന്ധമായ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വൺസ് അഗെയിൻ താങ്ക്സ് ഫോർ വാച്ചിങ്.